പുഷ്പ 2 സിനിമ ഇന്ന് തിയേറ്ററുകളിലെത്തി. നോർത്ത് ഇന്ത്യയിലൊക്കെ അത്യാവശ്യം നല്ല അഭിപ്രായങ്ങളാണ് പുഷ്പ സിനിമയ്ക്ക് വരുന്നത്. എന്നാൽ കേരളത്തിലൊക്കെ സിനിമയ്ക്ക് നെഗറ്റീവ് മിക്സ്ഡ് റെസ്പോൺസാണ് വരുന്നത്. ഫസ്റ്റ് ഹാഫ് ഡീസൻ്റ് ആയിരുന്നെന്നും സെക്കൻഡ് ഹാഫ് വളരെ ഡൗൺ ആയി പോയെന്നാണ് പ്രേക്ഷകരുടെ ഭാഗത്തുനിന്ന് വരുന്ന അഭിപ്രായങ്ങളിൽ നിന്നും മനസ്സിലാവുന്നത്. അപ്പോൾ വരും ദിവസങ്ങളിൽ കേരളത്തിൽ സിനിമയുടെ കളക്ഷൻ കുറയാൻ ചാൻസ് ഉണ്ട്. പുഷ്പ 2 സിനിമ നിങ്ങൾ കണ്ടോ? നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യൂ. പുഷ്പ 2 സിനിമയുടെ ഫൈനൽ വേൾഡ് വൈഡ് പ്രീസെയിൽ എന്നത് 140 കോടിയാണ്. ആദ്യ ദിനം സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും 250 കോടിയോളം രൂപ കളക്ഷൻ ഇടുമെന്നാണ് മൂവി ട്രാക്കേഴ്സൊക്കെ പ്രെഡിക്റ്റ് ചെയ്യുന്നത്. ഒരുപക്ഷെ കേരളത്തിൽ പോസിറ്റീവ് റെസ്പോൺസ് വരികയാണെങ്കിൽ പുഷ്പ 2 സിനിമ ആദ്യ ദിനം 8 കോടിയോളം രൂപ കേരളത്തിൽ കളക്ഷൻ ഇടേണ്ടതായിരുന്നു. എന്നാൽ സിനിമയ്ക്ക് നെഗറ്റീവ് റെസ്പോൺസാണ് കൂടുതലും വരുന്നത്. 6 കോടിയോ അല്ലെങ്കിൽ അതിൻ്റെ താഴെയൊക്കെ ആയിരിക്കാം ചിലപ്പോൾ സിനിമയുടെ കളക്ഷൻ കേരളത്തിൽ വരുന്നത്. പുഷ്പ 2 സിനിമയുടെ മലയാളം വെർഷൻ്റെ സാറ്റലൈറ്റ് വാങ്ങിയിരിക്കുന്നത് ഏഷ്യാനെറ്റാണ്. സിനിമയുടെ എല്ലാ ലാംഗ്വേജുകളുടെയും OTT അവകാശങ്ങളൊക്കെ സ്വന്തമാക്കിയിരിക്കുന്നത് നെറ്റ്ഫ്ലിക്സ് ആണ്. ഒരു ഹ്യൂജ് എമൗണ്ടിനാണ് നെറ്റ്ഫ്ലിക്സ് സിനിമയുടെ OTT അവകാശങ്ങളൊക്കെ സ്വന്തമാക്കിയിട്ടുള്ളത്. എന്തായാലും കൂടുതൽ സിനിമകളുടെ അപ്ഡേറ്റുകളുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം.